ഈ ഒരു വീഡിയോ നിങ്ങൾ പല ആളുകളും കണ്ടിട്ടുണ്ടാവും. എങ്കിലും ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. എന്റെ മക്കളെ ഒരു കുഴപ്പം കൊണ്ടാണ് ഞാൻ പോകുന്നത്. ആ. 2 ആണും 1 പെണ്ണും. ആ. എല്ലാ കാര്യങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞപ്പം എന്നെ അവർക്ക് വേണ്ട. വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ അവർക്ക് മക്കൾ വായവരാ 3 പേര് 3 അമ്മച്ചിയുടെ ഭർത്താവോ? എന്റെ ഭർത്താവ് മരിച്ചിട്ട് 51 വർഷം കടമ്പടയിൽ പോയി. ഓരമടഞ്ഞും മണ്ണിയൊന്നും വഴിപ്പടിക്ക് പോയി ഒക്കെ ഞാൻ മനസ്സിലാണ്. നമുക്കൊക്കെ നമ്മളെ വേണ്ടെങ്കിൽ പിന്നെന്തിനാ? ഈ ഒരു അമ്മ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേൾക്കണം. അതിന് ഭർത്താവ് മരിച്ചിട്ട് വേറൊരു കല്യാണം കഴിക്കാതെ മക്കൾക്കും വേണ്ടിയിട്ട് പാറമടയിൽ പോയിട്ട് പണിയെടുത്ത് പോറ്റിയ മക്കളാണ് ഈ ചരിത്രം ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല. നിങ്ങളെ സ്വത്ത് നിങ്ങളെ കാലഘട്ടത്തിന് ശേഷമല്ലാതെ അതിനു മുമ്പ് നിങ്ങളെ മക്കൾക്ക് കൊടുത്താൽ പിന്നെ നിങ്ങളെന്തായി? പിന്നെ നിങ്ങൾ മറ്റേ വൃദ്ധസദനത്തിലുണ്ടാവും, പുരയിലുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ലൈഫിൽ ഒരിക്കലും നിങ്ങളെ മക്കൾക്ക് നിങ്ങളെ സ്വത്ത് എഴുതി കൊടുക്കരുത്. നിങ്ങളെ കാലഘട്ടത്തിന് ശേഷം എന്നല്ലാതെ അതിന് മുമ്പ് നിങ്ങൾ കൊടുത്താൽ നിങ്ങളെ ശത്രു നിങ്ങളെ മക്കളായിട്ടുണ്ടാവും. നിങ്ങളെ ഒഴിവാക്കാൻ നോക്കും മക്കൾ. മാതാപിതാക്കളെ ബഹുമാനിക്കണം, അവരെ സ്നേഹിക്കണം, അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അവർക്ക് മരുന്നിന് പൈസ കൊടുക്കണം, അവരോട് സംസാരിക്കണം, അവരോട് നീ കരുണ കാണിക്കണം എന്നൊക്കെ കുറേ കൊല്ലം മുമ്പെങ്കിലും ഒക്കെ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. മാതാപിതാക്കൾ ഭാരമായി മക്കൾക്ക് തോന്നുന്ന കാലഘട്ടമാണിത്. അതുകൊണ്ട് നിങ്ങളെ സ്വത്ത് നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ എഴുതി കൊടുത്താൽ അന്നത്തോട് കൂടി തീർന്ന് നിങ്ങളെല്ലാം നിങ്ങൾ അവസാനമാണ്. പിന്നെ നിങ്ങൾക്ക് സ്വത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും കുറച്ചെങ്കിലും ആരോഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞ് നിങ്ങളെ പൈസ കുറച്ചെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. മനസ്സിലായില്ലേ? മക്കൾക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളെ ജീവിതം ഏതോ ഒരു ഭാഗത്തൂടെ പോകും. മനസ്സിലായില്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരിക്കലും നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ സ്വത്ത് എഴുതി കൊടുക്കരുത്. അവിടുത്തെ ആ കൊടുക്കാത്തടത്തോളം കാലം നിങ്ങൾ സുരക്ഷിതരാണ്. കൊടുത്താൽ പിന്നെ നിങ്ങളൊരിക്കലും സുരക്ഷിതരല്ല. മനസ്സിലായില്ലേ?